ആ പണം അന്നസീമിന് വേണ്ട, പള്ളിയിലെ ഇഫ്താറിനും വേണ്ട. അത്തരമൊരു നിലപാടെടുത്ത തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്ന പണ്ഡിതനോട് വലിയ ആദരവുണ്ട്, ഇഷ്ടമുണ്ട്. അൽമുക്താദർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഓഫറുകളുമായി പിന്നാലെ നടന്നപ്പോൾ ആ ഓഫറുകളിലൊന്നും കുടുങ്ങാതെ വീഴാതെ നിലപാട് ഉറക്കെ പറഞ്ഞ, ഇത്തരം സാമ്പത്തിക വിഷയങ്ങളിൽ അത് സമാഹരിക്കലോ ശേഖരിക്കലോ ഒന്നും ലക്ഷ്യമല്ലാത്ത അപൂർവം പണ്ഡിതന്മാരിൽ ഒരാളാണ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ സംബന്ധിച്ച് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് ലഭിച്ച മറുപടി പങ്കുവെക്കേണ്ടതാണെന്ന് തോന്നി. നാളുകളിൽ പലർക്കും ഗുണപാഠമാകേണ്ടതുമാണ്. ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലം പ്രവാചക കാലമായിരുന്നു. ആത്മീയമായ അനുഗ്രഹവും ആശ്വാസവും പ്രതിരോധവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു പ്രവാചക ജീവിതം. പ്രവാചകൻ്റെ ഇന്ന് നമ്മൾ വളരെ ആദരവോടെ റളിയല്ലാഹു അൻഹു എന്ന് വിളിക്കുന്ന പലരുടെയും ജീവിതം വളരെ സാമ്പത്തികമായി പ്രയാസത്തിലും പ്രതിസന്ധിയിലുമൊക്കെ ആയിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴും അവരിലേക്ക് വരുന്ന പണത്തെക്കുറിച്ച് അവർ നല്ല സൂക്ഷ്മത പുലർത്തിയിരുന്നു. അവർക്ക് പള്ളിയുടെ വലിപ്പമോ അല്ലെങ്കിൽ പ്രിൻറ്റിങ്ങിൻ്റെ തിളക്കമോ അത്തരം കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അവരുടെ പ്രത്യേകത. അവരാ പണത്തിൻ്റെ അത് സമാഹരിക്കുന്ന രീതിയും കൊണ്ടുവരുന്ന ആളുകളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള ആളായിരുന്നു. നമ്മൾ ഈ കറാമത്തുകൾ എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ പലരും കറാമത്തിനെ സംബന്ധിച്ച് മതപരമായ ഒരു സംഗതിയും വീക്ഷണവും ഒക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചില കാര്യങ്ങളെ സമയബന്ധിതമായി അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഉൾവിളി ഉണ്ടല്ലോ, ആ ഉൾവിളിയും പടച്ചവൻ്റെ ഒരു അനുഗ്രഹമാണ്. ഞാനിത് പറഞ്ഞത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കൊള്ള ചെയ്തോ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തിലൂടെയോ കിട്ടുന്ന ആ പണം ഉപയോഗിച്ച് പള്ളിയും സംഗതികളും പത്രാസും ഒക്കെ ഉണ്ടാക്കിയാൽ വലിപ്പം ഉണ്ടാവും, തിളക്കവും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ മൂല്യവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പർപ്പസും ചിലപ്പോൾ റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഈ അൽമുക്താദർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഈ സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വളരെ ഗൗരവവും വളരെ പ്രയാസമുള്ളൊരു സന്ദർഭവുമാണ്. അതിൽ ബന്ധപ്പെടുന്നവർ പുറത്തു പറയാൻ മടിക്കുന്നതുകൊണ്ടും പോയി പറഞ്ഞിട്ടെന്താ കാര്യമെന്ന് വിചാരിക്കുന്നതുകൊണ്ടും ആദ്യം കൊടുത്തവർക്കൊക്കെ വാരിക്കോരി കിട്ടിയതുകൊണ്ടും വയറ് നിറഞ്ഞ പരുവത്തിലിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഈ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, മതത്തിൻ്റെ മാത്രമല്ല ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനുമെല്ലാം ഈ പാവപ്പെട്ട നാട്ടുകാരുടെ പണം വാരിക്കോരി മൻസൂർക്കായും സംഘവും അങ്ങ് ചെലവാക്കി. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഈ അന്തരീക്ഷത്തിൽ എപ്പോഴും സ്വർണ്ണത്തിളക്കത്തിൽ ഉയർന്നു കേൾക്കുന്നതിന് വേണ്ടിയാണല്ലോ ബഹുമാനപ്പെട്ടവർ ഈ ശ്രമം നടത്തിയത്. അങ്ങനെ ശ്രമം നടത്തി മുന്നോട്ട് പോകുമ്പോൾ വളരെ സ്ട്രോങ്ങായി നോ പറയുകയും ചിലതിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്ത ചിലരൊക്കെയുണ്ട്. അത്തരമൊരാളാണ് നമ്മുടെ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി, തൊടിയൂർ ഉസ്താദ് എന്ന് അറിയപ്പെടുന്ന ഒരാൾ. എനിക്ക് പല കാര്യത്തിലും അദ്ദേഹത്തോട് വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമാണ്, എന്നോട് അദ്ദേഹത്തിനുണ്ടാകാം. പക്ഷേ ചില സത്യങ്ങൾ പറയുന്നതിന് അത്തരം വിയോജിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ ഒരു പ്രത്യേക കാരണത്താൽ ബാധകമാകുന്നതേയല്ല. അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ ജീവിതത്തിലെങ്ങും, എൻ്റെ നാടിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇമാമായി വെള്ളിയാഴ്ച കുത്തുബ പ്രസംഗം നടത്തുന്ന പള്ളിയൊക്കെ. എന്തെങ്കിലും തരത്തിലൊരു സാമ്പത്തിക സമാഹരണമോ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും വസൂലാക്കാനുള്ള ഒരു ആഗ്രഹമോ ഒന്നും അദ്ദേഹം ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. അതൊന്നും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവുമായിരുന്നില്ല. ഈ മുക്താദർ ജുവലറിയിൽ നിന്ന് അന്നസീം എന്ന് പറയുന്ന ഒരു ദ്വൈവാരികയുണ്ട്. അത് പ്രിൻ്റ് ചെയ്യുന്നതിനാണ്ട് 18 രൂപ വിലയോ മറ്റോ ആണ്. അത് വിൽക്കുന്നത് 15 രൂപയ്ക്കോ 14.5 എങ്ങാണ്ടാണ്. അതിൽ 3-4 രൂപ എങ്ങാണ്ട് കമ്മീഷനും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരെണ്ണം വിൽക്കുമ്പോൾ ഏതാണ്ട് 5 രൂപയോ 4 രൂപയോ നഷ്ടത്തിലാണ് വിൽക്കുന്നത്. പണ്ടെനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ ചെറുപ്പം മുതലേ ഇതിങ്ങനെ കാണാറുണ്ട്, വലിയ ആകർഷണീയമായ തിളക്കമൊന്നുമില്ലെങ്കിലും ഷിഹാബുദ്ദീൻ മൗലവിയെപ്പോലെ വലിയ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരാലൊക്കെ ഉണ്ടായ 1960-കൾ മുതൽ തുടങ്ങുന്ന ഒരു സംഗതിയാണ്. അങ്ങോട്ട് സമീപിച്ച് നമ്മുടെ അബൂബക്കർ ഹസ്രത്ത് ഉസ്താദിനെ കണ്ട് എല്ലാ മാസികയിലും ദ്വൈവാരികയായി ഓരോ വാരികയിലും 50,000 രൂപ വീതം പരസ്യത്തിന് തരാം എന്നാവശ്യപ്പെട്ടു. അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതാണ്.
2 ബാക്ക് കവർ പേജിന് 50,000 രൂപ. മൻസൂറിന് നഷ്ടമില്ലല്ലോ, നാട്ടുകാരുടെ പണമല്ലേ. കേൾക്കുമ്പോൾ പ്രയാസപ്പെടുന്നവരങ്ങനെ ചിന്തിക്കുകയും ചെയ്യും. പക്ഷേ തൊടിയൂർ ഉസ്താദ് അത് കർശനമായി ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അത് വാങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം പള്ളിയായ തൊടിയൂർ മസ്ജിദിൽ തൊട്ടു മുന്നിലത്തെ റംസാന് ഒരു ദിവസത്തെ മുഴുവൻ ഇഫ്താറിൻ്റെ ചെലവുമായി വന്നപ്പോഴും അതും വാങ്ങേണ്ടതില്ല എന്ന് അദ്ദേഹം പള്ളി പരിപാലകരോട് പറഞ്ഞു. കാരണം ഇതിൻ്റെ വരവും ലക്ഷ്യത്തെ സംബന്ധിച്ചും അദ്ദേഹം ചില ആളുകളോട് പങ്കുവച്ചത് ഞാൻ അറിഞ്ഞത് അതിൽ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് ഏതൊക്കെയോ പത്രങ്ങളിൽ ആശംസകൾ അദ്ദേഹത്തിൻ്റേതായി കൊടുക്കാൻ ചിത്രം ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം നിരസിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നിലപാടെടുക്കാനും കഴിയുന്ന കുറച്ച് മനുഷ്യർ സമ്പന്നരായതുകൊണ്ടല്ല, ആ നിലപാടിൻ്റെ വ്യക്തത കൊണ്ടുകൂടിയാണ്. ഏതാണ്ട് 1990 മുതൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഹജ്ജ് കമ്മിറ്റിയുടെ മെമ്പറാണ് അദ്ദേഹം. ഏതാണ്ട് 3 വർഷക്കാലം ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിൽ കുടുങ്ങാതെ കരുത്തോടെ പിടിച്ചു നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരുടെ ചരിത്രം ഇതിന് പിന്നാലെ പായുന്നവർക്ക് ഒരു ഗുണപാഠമാകണം. അതുകൊണ്ടുകൂടിയാണ് ഇതൊന്ന് പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, അങ്ങനെ ഉറച്ച നിലപാടെടുക്കുന്ന സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർക്കെല്ലാവർക്കും.